വെൽക്കം യു ഓൾ ടു ദിസ് കൊമേഴ്സ് ഈസി ലേണിംഗ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള ബികോം BBA സെക്കൻഡ് സെമസ്റ്റർ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള വീഡിയോസാണിത്. സബ്ജക്റ്റ് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിൽ മോഡ്യൂൾ 4 കമ്മ്യൂണിക്കേറ്റിംഗ് വാല്യൂ ആണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ ഇൻട്രൊഡക്ഷൻ ടോപ്പിക്കും അതായത് കമ്മ്യൂണിക്കേറ്റീവ് വാല്യൂ എന്നാൽ എന്ത് എന്നും അതിൻ്റെ ഒരു ഒബ്ജക്റ്റീവ്സും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മോഡ്യൂൾ 3 ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പാർട്ട് 11 പാർട്ടായിട്ടാണ് നമ്മൾ തേർഡ് മോഡ്യൂൾ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ആ വീഡിയോസൊക്കെ ഒന്ന് കാണാം. അപ്പോൾ ഈ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക, അതേപോലെ വീഡിയോസ് യൂസ്ഫുള്ളായ ലൈക്ക് ആൻഡ് ഷെയർ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം. മോഡ്യൂൾ 4 കമ്മ്യൂണിക്കേറ്റിംഗ് വാല്യൂ. ടോപ്പിക് കമ്മ്യൂണിക്കേറ്റിംഗ് വാല്യൂ. Value communication refers to creating and capturing value to the business by properly communicating the special features of the product or brand to its prospects and existing customer. അതായത് വാല്യൂ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റുന്നതാണ്. ബിസിനസ്സിൽ കറക്റ്റായിട്ടുള്ളൊരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ നിർബന്ധമാണ്. കാരണം നമുക്കൊരു പ്രൊഡക്റ്റിനെ കുറിച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനോ അതിൻ്റെ ബ്രാൻഡും അതേപോലെ തന്നെ അതിൻ്റെ ഒരു ഫീച്ചേഴ്സ് കുറേ കാര്യങ്ങളുണ്ടല്ലോ, ഓരോ പ്രൊഡക്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ. അതൊക്കെ നമ്മൾ കസ്റ്റമേഴ്സിലേക്ക് ഷെയർ ചെയ്യുകയും കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് വിവരം അറിയിക്കുകയും അതേപോലെ തിരിച്ചും വരും കേട്ടോ. അതായത് കസ്റ്റമറിൽ നിന്ന് ഈ പറയുന്ന മാനുഫാക്ചേഴ്സ് ടീമുകാർക്കും ഈ പറയുന്ന എന്തുണ്ടാവും, ഇൻഫോർമേഷനും കാര്യങ്ങളൊക്കെ പോവും ചെയ്യും. കാരണം അത്രത്തോളം പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ പറയുന്ന കസ്റ്റമേഴ്സിലേക്ക് ആ ഓരോ പ്രൊഡക്റ്റിൻ്റെയും അതിൻ്റെ ഫീച്ചേഴ്സ് ആയാലും ബെനിഫിറ്റ്സ് ആയാലും അതെല്ലാം തന്നെ കസ്റ്റമേഴ്സിലേക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യണം. ഓക്കെ, അതൊക്കെ എന്താ ചെയ്യുന്നത്, ഇവിടെ കമ്മ്യൂണിക്കേറ്റിംഗ് ആണ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് നല്ല രീതിയിൽ അഭിപ്രായങ്ങൾ പറഞ്ഞ് റെഡിയാക്കി കൊടുക്കുക. അതായത് കസ്റ്റമേഴ്സിനെ അട്രാക്റ്റ് ചെയ്യിപ്പിക്കുക, കസ്റ്റമേഴ്സിനെ അടുത്ത് ഇൻഫോർമേഷൻ പാസ് ചെയ്ത് കൊടുക്കുന്നു. ഞങ്ങളുടെ പ്രൊഡക്റ്റ് ഇന്ന പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, ഇതിൻ്റെ ബെനിഫിറ്റ്സ് ഇന്നതൊക്കെയാണ് എന്നുള്ളതൊക്കെ എല്ലാ കറക്റ്റായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു. അതെല്ലാം എങ്ങനെ തന്നെയാണ് ഈ പറയുന്ന കമ്മ്യൂണിക്കേറ്റിങ്ങിലൂടെയാണ് വരുന്നത്. ക്ലിയർ? Any well-managed business tries to create and enhance value through proper communication with its identified customers. The value of the product or brand is communicated through advertising, direct marketing, sponsorship, and exploring the potential of word of mouth. ഇവിടെ ഈ പറയുന്ന കമ്മ്യൂണിക്കേറ്റിംഗ് വാല്യൂ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയുവാണെങ്കിൽ നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യണം. ഏതൊക്കെ പ്രൊഡക്ട്സാണ് ഏതൊക്കെ കസ്റ്റമേഴ്സിലാണ് ഏൽപ്പിക്കേണ്ടത്, ആർക്കൊക്കെയാണ് ഇൻഫർമേഷൻ പാസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഷെയർ ചെയ്യാം അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. പക്ഷേ അതൊക്കെ ഏത് രീതിയിലൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. ഒന്ന് ഡയറക്റ്റ് മാർക്കറ്റിങ്ങിലൂടെ ചെയ്യാൻ പറ്റും അല്ലേ, പല അഡ്വർടൈസ്മെൻറ്റിലൂടെ, ഡയറക്റ്റ് മാർക്കറ്റിങ്ങിലൂടെ, സ്പോൺസർഷിപ്പിലൂടെ, അതേപോലെ തന്നെ വേർഡ് ഓഫ് മൗത്ത്. അതായത് നമുക്കിപ്പോൾ നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങി ആ പ്രൊഡക്റ്റ് വാങ്ങിയതിന് ഓക്കെയാണ് എന്ന് പറയുന്ന നമ്മൾ വേറെ ആരെങ്കിലും കസ്റ്റമേഴ്സിനടുത്ത് ഷെയർ ചെയ്യുകയും ചെയ്യും. ചിലപ്പോൾ ചില ആൾക്കാർ ആ പ്രൊഡക്റ്റ് വാങ്ങിയിട്ടുണ്ടാവുകയില്ല, പക്ഷേ അവരുടെ ഫ്രണ്ട്സ് വേറെ ആരെങ്കിലും ആ പ്രൊഡക്റ്റ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ആ ഫ്രണ്ട്സിൻ്റെ അടുത്ത് എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് ഇൻഫോം ചെയ്യണം. ഈ പ്രൊഡക്റ്റ് എങ്ങനെ നല്ലതല്ല, നിങ്ങൾ ഇനി ഈ പറഞ്ഞ കമ്പനിയുടെ ഈ പറഞ്ഞ പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ നിങ്ങൾ ഇന്നത് വാങ്ങൂ ഇത് നമ്മൾ ജസ്റ്റ് നമ്മൾ തന്നെ വായു കൊണ്ട് പറഞ്ഞ് അഡ്വർടൈസ്മെൻറ്റ് ചെയ്യാമെന്ന് പറയില്ലേ, മൗത്ത് അഡ്വർടൈസിങ്. അതായത് അത്രത്തോളം നമുക്ക് സ്പ്രെഡായിട്ട് ഏറ്റവും കൂടുതൽ ഫാസ്റ്റായിട്ട് പോകുന്ന കാര്യം തന്നെ എങ്ങനെയല്ലേ, നമ്മൾ ജനങ്ങളിൽ നിന്നുള്ള ന്യൂസ് അല്ലേ പെട്ടെന്ന് വേഗം നമുക്ക് അറിയാൻ പറ്റുന്നത് എങ്ങനെ, ജനങ്ങളിലൂടെ അറിയുന്ന സമയത്താണ് അല്ലേ. അപ്പോൾ അങ്ങനെ എങ്ങനെ രീതിയിലായാലും അതൊക്കെ എന്താണ്, പ്രോപ്പർ കമ്മ്യൂണിക്കേറ്റിംഗ് ആണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതായത് കമ്മ്യൂണിക്കേറ്റിംഗ് എന്ന് പറയുന്നില്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ വാല്യൂ എന്ന് പറഞ്ഞാൽ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് അത് ഓരോ ബിസിനസ്സുകാർക്കും. കാരണം ബിസിനസ്സുകാർക്ക് അറിയണം, ഇല്ലെങ്കിൽ ആ പറയുന്ന കമ്പനി മാനുഫാക്ചറിങ് ടീമുകാർക്ക് അറിയണം ഏത് പ്രൊഡക്റ്റാണ് ഉണ്ടാക്കേണ്ടത്, കസ്റ്റമേഴ്സിൻ്റെ നീഡ്സും വാണ്ട്സും എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കണം. ഒരു കസ്റ്റമേഴ്സിൻ്റെ ഫീഡ്ബാക്ക് കിട്ടിയിരിക്കണം. അതേപോലെ തന്നെയാണ് അപ്പോൾ ഫീഡ്ബാക്ക് കിട്ടുക പറഞ്ഞാൽ കമ്മ്യൂണിക്കേറ്റിംഗ് അവിടെ നടന്നു, കസ്റ്റമറിൽ നിന്ന് മാനുഫാക്ചറിലേക്ക് എന്താ പറയുക ഒരു കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടുണ്ട്. അതേപോലെ തിരിച്ചുമായിരിക്കും അല്ലേ, മാനുഫാക്ചർ സാധനങ്ങൾ ഉണ്ടാക്കുന്ന ടീമിൽ നിന്ന് കസ്റ്റമേഴ്സിലേക്ക് വരുമ്പോൾ അതൊന്നും എന്തുണ്ടാവും, ഇൻഫർമേഷൻ പോയിട്ടുണ്ടാവും. എന്നാലല്ലേ കറക്റ്റായിട്ട് ഫ്ലോ ഓഫ് അത് കറക്റ്റായിട്ട് നടക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അതൊക്കെ അത്രത്തോളം എന്തുണ്ട്, ഈ കമ്മ്യൂണിക്കേറ്റിംഗ് എന്ന് പറയുന്നത് എന്തെയാണ്, ഒരു മൂല്യമുണ്ട് ഇല്ലേ, നല്ലൊരു രീതിയിൽ നല്ല വാല്യൂ ആണ് ഒരു ബിസിനസ്സിൽ. നമ്മൾ ഡെലിവറിക്ക് എത്രത്തോളം വാല്യൂ ആണെന്ന് പറഞ്ഞു, ഡെലിവറിങ് വാല്യൂ മോഡ്യൂൾ 3 പഠിച്ചത് ഓർമ്മയുണ്ടല്ലോ. കാണാത്തുണ്ടെങ്കിൽ ആ വീഡിയോസ് ഒന്ന് കാണുക കേട്ടോ. അപ്പോൾ അതായത് അത്രത്തോളം വാല്യൂ ഉണ്ട് ഡെലിവറിക്ക് എന്ന് പറഞ്ഞില്ല. അതേപോലെ തന്നെയാണ് ഈ കമ്മ്യൂണിക്കേഷൻ നമുക്ക് വിത്തൗട്ട് കമ്മ്യൂണിക്കേഷൻ എന്താവുന്നു, നോർമൽ കേസിൽ നമ്മൾ സാധാരണ രീതിയിൽ ഫ്രണ്ട്സൊക്കെ ആണെങ്കിൽ അടക്കം കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വന്ന് അവിടെ ബ്രേക്കപ്പ് ആവും
റൈറ്റ്, അതല്ലേ സംഭവിക്കാറ്. അപ്പോൾ ഇതേപോലെ നമ്മുടെ ബിസിനസ്സിൽ ഈ പറയുന്ന കുറേ ടീമുകാരുടെ അടുത്ത് നമ്മൾ കറക്റ്റായിട്ട് നല്ല കോപ്പറേറ്റ് ചെയ്തിട്ടായിരിക്കും പോകുന്നുണ്ടാവുക. അപ്പോൾ ഓരോ കാര്യങ്ങൾക്കും ലിങ്ക് കണക്ഷൻ തന്നെ ചെയിൻ ഓഫ് ഒരു സപ്ലൈ ചെയിൻ എന്നൊക്കെ പറയുന്ന പോലെ ഒരു ചെയിൻ ഓഫ് കണക്ഷൻസ് ഉണ്ടാവും. അതിലൊന്നും പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഇല്ലാതിരുന്നെങ്കിൽ നമ്മുടെ ബിസിനസ്സൊക്കെ എന്താവും, നേരെ ഹൈ ആയിട്ട് പോയില്ലേ, എപ്പോൾ പൊളിഞ്ഞു പാപ്പരായി എന്ന് പറയാൻ പറ്റില്ല, അത്ര ലെവലും പോവും. അപ്പോൾ ഏറ്റവും നല്ലത് എന്താണ്, കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടായിരിക്കണം, അത്രത്തോളം വാല്യൂ ഉണ്ടെന്ന് മനസ്സിലാക്കുക. റെഡി. കമ്മ്യൂണിക്കേറ്റിംഗ് വാല്യൂ ഇൻവോൾവ്സ്. കമ്മ്യൂണിക്കേറ്റിംഗ് വാല്യൂവിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഐഡൻറ്റിഫൈങ് ദ കസ്റ്റമേഴ്സ് ആൻഡ് പ്രസൻറ്റിംഗ് ദ പ്രൊഡക്റ്റ് ആസ് എ സൊല്യൂഷൻ ടു ദെയർ പ്രോബ്ലംസ്. അതായത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക, കസ്റ്റമേഴ്സ് ആരൊക്കെയാണ്, ഏത് ഏരിയയിലാണ്, ഏതൊക്കെ ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സ് ആണ് എന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. അതേപോലെ തന്നെ അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷമായിരിക്കും ഏതൊക്കെ പ്രൊഡക്റ്റാണ് ഈ പറയുന്ന നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്ന കസ്റ്റമേഴ്സ് നമ്മുടെ പ്രൊഡക്റ്റുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന, സെയിൽസ് നടത്താൻ പറ്റുന്ന രീതിയിലുള്ള കസ്റ്റമേഴ്സ് ആയിരിക്കും നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടാവുക അല്ലേ. അപ്പോൾ ആ ഒരു കസ്റ്റമേഴ്സ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. അതേപോലെ തന്നെ ആ പ്രൊഡക്റ്റിനെ കുറിച്ച് നമ്മൾ അതിനൊരു എക്സ്പ്ലനേഷൻ നൽകുക, അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റിൻ്റെ എക്സ്പ്ലനേഷനിലൂടെ നമുക്ക് ആ പറയുന്ന കസ്റ്റമേഴ്സ് ഫേസ് ചെയ്യുന്ന പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യുന്നു. എക്സാമ്പിൾ, ഇപ്പോൾ നമുക്ക് ഹെയർ ഫാൾ ഉണ്ട്, ഹെയർ ഓയിലിൻ്റെ അഡ്വർടൈസ്മെൻറ്റിൽ ആ പറഞ്ഞ പ്രൊഡക്റ്റിനെ ഒരു എക്സ്പ്ലനേഷൻ എന്ന് പറയുന്ന രീതിയിൽ അവർ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് എങ്ങനെയായിരിക്കും പറഞ്ഞു കൊടുക്കുക. അതായത് നമ്മൾ ഹെയറിൽ സ്ലാപ്പിൽ തേക്കുക, അത് കഴിഞ്ഞതിന് ശേഷം അത് കണ്ടിന്യൂസ് ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച എന്നൊക്കെ പറഞ്ഞ പോലെ രീതിയിൽ എന്തെങ്കിലുമൊക്കെ അപ്ലൈ ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഹെയർ ഫാൾ കുറയും എന്നുള്ള രീതിയിൽ അഡ്വർടൈസ്മെൻറ്റ് കാണിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ആ പ്രൊഡക്റ്റിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മുടെ ആ പ്രശ്നം എന്തായിരുന്നു, ഹെയർ ഫാൾ എന്ന് പറയുന്ന പ്രോബ്ലം സോൾവ് ആയി, ഒരു സൊല്യൂഷൻ കണ്ടെത്തി. അങ്ങനെ പറയുമ്പോഴായിരിക്കും കസ്റ്റമേഴ്സിന് കുറച്ചും കൂടി കൂടുതലായിട്ട് അറിയാൻ സാധിക്കുക. ഓക്കെ. രണ്ടാമത്തത്, കമ്മ്യൂണിക്കേറ്റിംഗ് ദ ബെനിഫിറ്റ് ഓഫ് ദ പ്രോഡക്ട്സ് ദാറ്റ് മേ ക്രിയേറ്റ് വാല്യൂ ഫോർ ദ കസ്റ്റമേഴ്സ്. അതേപോലെ തന്നെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ആ പറയുന്ന പ്രൊഡക്റ്റിൻ്റെ ബെനിഫിറ്റ്സ് പറയും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹെയർ ഫാൾ കുറയാനുള്ള കാരണം ഇങ്ങനെയാണ്, ഈ പറഞ്ഞ ഷാമ്പൂലുണ്ട് അല്ലെങ്കിൽ ഹെയർ ഓയിലുണ്ട് എന്നുള്ള ആ പറയുന്ന ഹെയർ ഓയിലിൻ്റെ അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടോ ആ പറയുന്ന ഇമ്പോർട്ടൻസ് കാര്യങ്ങളൊക്കെ പറയാം. ഓക്കെ, അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുമ്പോഴാണ് ആ കസ്റ്റമേഴ്സ് ആ പറഞ്ഞ പ്രൊഡക്റ്റിനെ അത് അംഗീകരിക്കുകയും ഇത് നല്ലതാണല്ലോ എന്ന് പറഞ്ഞ് അത് പ്രൊഡക്റ്റ് വാങ്ങുകയും ചെയ്യുന്നത് കസ്റ്റമേഴ്സിന്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ കമ്മ്യൂണിക്കേറ്റിംഗ് എന്ന് പറഞ്ഞാൽ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, വാല്യൂ ആണ്, കറക്റ്റ് ടൈമിൽ അറിയിക്കേണ്ട ഇതൊക്കെ. ഓക്കെ, പിന്നെ പറയുന്നത് ഐഡൻറ്റിഫൈ ദ ഇഫക്റ്റീവ്നെസ് ഓഫ് ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേറ്റഡ് ടു ദ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. അതേപോലെ തന്നെ ഇൻഫർമേഷൻസ്, ഇഫക്റ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കാര്യങ്ങളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുക, അതേപോലെ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ബന്ധപ്പെട്ടവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. പിന്നെ പറയുന്നത് മെഷറിങ് ദ റിസൾട്ട്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. പിന്നെ നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മൾ റിസൾട്ടിൻ്റെ ബേസിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് അനാലിസിസ് ചെയ്യാം, അല്ലെങ്കിൽ അതൊന്ന് മെഷർ ചെയ്തിട്ട് വെക്കാം. ഇന്നതാണ് ഇപ്പോൾ അഡ്വർടൈസ്മെൻറ്റ് ഈ പറയുന്ന കാര്യങ്ങളിലൂടെ നമുക്ക് നടത്തിക്കൊണ്ടുപോയപ്പോൾ ഇത്രത്തോളം ബെനിഫിറ്റ് കിട്ടി, ഇത്ര നല്ല രീതിയിലാണ്. അതായത് ഇതൊക്കെ പറയുന്നത് എങ്ങനെയാണ്, കമ്മ്യൂണിക്കേറ്റിംഗ് ചെയ്തിട്ടുള്ള കാര്യങ്ങളിലേക്ക് വരുമ്പോഴാണ് നമ്മൾ മെഷർ ചെയ്യുക കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെ പറയുന്നത് മൂവിങ് ദ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഓർ കസ്റ്റമേഴ്സ് ഇൻ ടു ആക്ഷൻ. പിന്നെ അതേപോലെ തന്നെ സ്റ്റേക്ക് ഹോൾഡേഴ്സോ അല്ലെങ്കിൽ ബന്ധപ്പെട്ടവരോ അതല്ലെങ്കിൽ ഈ പറയുന്ന കസ്റ്റമേഴ്സോ കറക്റ്റായിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യുക, ആക്ഷനിലേക്ക് പോകുക, അതായത് ആക്ടിവിറ്റീസ്, പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അത് കമ്മ്യൂണിക്കേറ്റിംഗ് വാല്യൂവിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ്. ക്ലിയർ? നമുക്ക് നോക്കാം ഇൻ്റഗ്രേറ്റഡ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻസ്. ഇൻ്റഗ്രേറ്റഡ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ നോക്കുന്നതിന് മുൻപ് കമ്മ്യൂണിക്കേഷൻ എന്താണ്, പിന്നെ അതേപോലെ തന്നെ മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻസ് എന്താണെന്നൊക്കെ നോക്കിയതിന് ശേഷമാണ് ഇൻ്റഗ്രേറ്റഡ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻസ് എന്താ നമുക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം കമ്മ്യൂണിക്കേഷൻ. Communication is a natural activity of all human beings to convey opinions, feelings, information, and ideas to others through words, body language, or signs. It is interchange of thought or information by speech, writings, or sign. അതായത് ഇവിടെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. അതായത് ഹ്യൂമൻ ബീങ്സ്, മനുഷ്യർക്ക് എല്ലാവരും ഈ പറയുന്ന കൺവേ ചെയ്യൽ, പരസ്പരം ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി, രണ്ട് കൂട്ടർക്കും അല്ലെങ്കിൽ ആരുടെയൊക്കെയാണോ സംസാരിക്കുന്നത് അവർക്കൊക്കെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതിൽ അവരുടെ അഭിപ്രായങ്ങൾ, അതേപോലെ തന്നെ അവരുടെ ഫീലിങ്സ്, അവരുടെ ഇൻഫോർമേഷൻസ് കാര്യങ്ങളായിരിക്കും. പിന്നെ അവരുടെ ഐഡിയാസൊക്കെ ആയിരിക്കും. അത് നമ്മൾ വാക്കാൽ പറയല്ലേ, വേർഡ്സായിട്ട് പറയുകയും അതല്ലെങ്കിൽ നമ്മുടെ ബോഡി ലാംഗ്വേജ് അല്ല നമുക്ക് ആക്ഷൻ കാണിക്കും. ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം, ഭക്ഷണം നമുക്ക് ഇടുന്ന സമയം ഇത്ര മതി എന്ന് പറയും, നമ്മൾ ചിലപ്പോൾ എന്തൊരു ആക്ഷനാണ് കാണിക്കുക, കൈ കൊണ്ട് മതി എന്ന് പറയും. നമ്മളല്ലെങ്കിൽ ശരി ടാറ്റ എന്ന് പറയില്ല, പോകുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ കൈ കൊണ്ട് ആക്ഷൻ കാണിക്കാറുണ്ട് ഇല്ലേ. വേണം എന്ന് പറയുമ്പോൾ നമ്മൾ കൈ കൊണ്ട് ആക്ഷൻ കാണിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ കണ്ണുകൊണ്ട് ആക്ഷൻ കാണിക്കാം
അല്ലേ? അങ്ങനെ നമ്മുടെ ബോഡി ലാംഗ്വേജ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഈ പറഞ്ഞ മറ്റേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. അതല്ലെങ്കിൽ ചിലപ്പോൾ സൈനായിരിക്കാം, സിമ്പിൾ ടാറ്റ കാണിക്കുന്നു, നമ്മുടെ കൈ രണ്ട് വശം ഇങ്ങനെ ടാറ്റ എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ കൈ കാണിക്കുന്നു. വരൂ എന്നൊക്കെ പറയില്ലേ, വാ എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ ആക്ഷൻ കാണിക്കുന്നു അല്ലേ, ഓരോന്ന്. അപ്പോൾ അതൊക്കെ അങ്ങനെയും നമുക്ക് എന്താ പറയുക, സൈൻ ചെയ്തിട്ട് അങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാറുണ്ട്, കമ്മ്യൂണിക്കേറ്റ് നമ്മൾ ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലാകേണ്ട കാര്യം, നമ്മൾ ഇൻഫോർമേഷൻ കൈമാറ്റം ചെയ്യപ്പെടുന്ന ഇൻ്റർചേഞ്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒന്നില്ലെങ്കിൽ നമ്മൾ സംസാരിച്ചിട്ട് സ്പീച്ച് വഴിയോ, അതല്ലെങ്കിൽ നമ്മൾ റൈറ്റിങ്സ് എഴുത്തിലൂടെയോ, അല്ലെങ്കിൽ നമുക്ക് സൈൻ യൂസ് ചെയ്തിട്ടൊക്കെ നമുക്ക് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതിനാണ് നമുക്ക് പൊതുവെ എന്ത് പറയുന്നത്, ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? Then marketing communication. Marketing communication refers to the means adopted by the companies to convey messages about the products and the brands they sell, either directly or indirectly to the customers with the intention to persuade them to purchase. അതായത് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മുടെ കമ്പനിയുടെ മെസ്സേജസ് എല്ലാം, അതായത് ആ കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സിനെ കുറിച്ച് കാര്യങ്ങളെല്ലാം തന്നെ മെസ്സേജ് ആൾക്കാർക്ക്, കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കണം. അവരുടെ ബ്രാൻഡ് നെയിമും അവരുടെ ആ പറയുന്ന പ്രൊഡക്ട്സിൻ്റെ ഫീച്ചേഴ്സ് ആയാലും ബെനിഫിറ്റ്സ് ആയാലും കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ആർക്കാണ് പറഞ്ഞുകൊണ്ട് മനസ്സിലാക്കി കൊടുക്കണം, അവരുടെ ബ്രാൻഡ് നെയിമും അതിൻ്റെ ബെനിഫിറ്റ്സും കാര്യങ്ങളും എല്ലാം തന്നെ അത് ഡയറക്റ്റ്ലിയോ അല്ലെങ്കിൽ ഇൻഡയറക്റ്റ്ലിയോ ആർക്ക് അറിയിക്കണം, കസ്റ്റമേഴ്സിലേക്ക് അറിയിക്കണം. ആ ഒരു രീതിയിൽ നമ്മൾ പല രീതിയിലാണ് നമ്മളത് എന്ത് ചെയ്യണത്, കസ്റ്റമേഴ്സിനടുത്ത് അറിയിക്കുന്നത്. ഓക്കെ, അത് പല മീഡിയാസ് ആവാം, അഡ്വർടൈസ്മെൻ്റ് ആവാം, ഡയറക്റ്റ് സെല്ലിംഗ് ആവാം, ഡയറക്റ്റ് മാർക്കറ്റിംഗ്, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്പോൺസർഷിപ്പ് ആവാം അല്ലേ. പിന്നെ അതല്ലാതെ നമ്മൾ ഡയറക്റ്റായിട്ട് തന്നെ കസ്റ്റമേഴ്സ് ടു കസ്റ്റമേഴ്സോ അല്ലെങ്കിൽ പേഴ്സൺ ടു പേഴ്സൺസോ കാര്യങ്ങൾ ഈ കമ്പനീനെ കുറിച്ചൊക്കെ നമുക്ക് പറയാം. ആ രീതിയിലൊക്കെ കൺവേ ചെയ്ത് മനസ്സിലാക്കി കൊടുക്കാം. ഓക്കെ, അതൊക്കെ അതാണ് ഈ പറയുന്ന മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ. കാരണം അത് പറയുന്ന പ്രൊഡക്ട്സിനെ മാർക്കറ്റിംഗ് ചെയ്യലേ ചെയ്യുന്നത്. അപ്പോൾ അതിന് സംബന്ധമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനെയാണ് നമുക്ക് ഏത് പറയുന്നത്, മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വേറെ വേർഡ്സിൽ സെപ്പറേറ്റ് ആയിട്ട് സെൻറ്റൻസിൽ പറയണമെങ്കിൽ, ഇൻ അതർ വേർഡ്സ് ദ ഡിഫറെൻറ്റ് മീഡിയം ദാറ്റ് ദ കമ്പനീസ് അഡോപ്റ്റ് ടു എക്സ്ചേഞ്ച് ഇൻഫർമേഷൻ അബൌട്ട് ദർ ഗുഡ്സ് ആൻഡ് സർവീസസ് ടു ദ കസ്റ്റമർ ഈസ് ടേംഡ് ആസ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ. നമ്മൾ നേരത്തെ തൊട്ടിപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ് അവർ പറയുന്നത്. അതായത് സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ അവർക്ക് അവരുടെ പ്രൊഡക്ട്സും കാര്യങ്ങളും എല്ലാം തന്നെ അവർക്ക് എക്സ്ചേഞ്ച് ചെയ്യണം, അല്ലെങ്കിൽ അവർക്ക് അത് സെൽ ചെയ്യണം, സാധനങ്ങൾ വിൽക്കണം അല്ലേ. ഓക്കെ, അങ്ങനെ ആ സമയത്ത് കസ്റ്റമേഴ്സ് ആ സാധനങ്ങൾ വാങ്ങണം. അപ്പോൾ അതെന്ത് ചെയ്യുന്നു, ആ കമ്പനിയുടെ പ്രൊഡക്ട്സിനും കാര്യങ്ങളെക്കുറിച്ചുള്ള ഇൻഫോർമേഷൻസ് കാര്യങ്ങളെല്ലാം, ഗുഡ്സ് ആയാലും സർവീസസ് ആയാലും അത് കസ്റ്റമേഴ്സിലേക്ക് ഇൻഫോർമേഷൻ കൈമാറ്റം ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ നമ്മളത് അവരെ അറിയിക്കുന്നു, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അതിന് നമുക്ക് ഏത് പറയാം, മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം. കാരണം മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ നമുക്ക് സാധനം എങ്ങനെയും എന്താവില്ല, സെയിൽ നടക്കില്ല. കാരണം കസ്റ്റമേഴ്സ് അറിയണം അല്ലേ, കസ്റ്റമേഴ്സ് അറിയണം. കാരണം വേറെ ഒരു കോമ്പറ്റീറ്റേഴ്സിൻ്റെ പ്രൊഡക്ട്സിൽ നിന്ന് നമ്മുടെ പ്രൊഡക്ട്സ് എങ്ങനെയാണ് വ്യത്യാസമായി നിൽക്കുന്നത്, നമ്മുടെ പ്രൊഡക്ട്സിന് എന്തൊക്കെ ബെനിഫിറ്റ് ഉണ്ട്, ബ്രാൻഡ് നെയിം ഇങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളും പ്രൈസും ബെനിഫിറ്റ്സും നമ്മുടെ പ്രൊഡക്ട്സിൻ്റെ ക്വാളിറ്റീസും ക്വാണ്ടിറ്റീസും അതെല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട, ആ ഒരു ഇൻഫോർമേഷൻസ് കൈമാറ്റം ചെയ്യണ്ടേ. ഓക്കെ, അപ്പോൾ അതൊക്കെ ആ ഒരു രീതിയിൽ ചെയ്യുന്ന മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും. റെഡി? ഇൻ്റഗ്രേറ്റഡ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ. Integrated marketing communication refers to the consolidation of all promotional tools, approaches, and resources within a company so that they work together in harmony, resulting in increased volume of sales and profit. It helps in integrating all essential components of marketing to communicate similar message to potential and existing end user. It is a new concept of developed under which a company carefully links and coordinates its communication channels to deliver a clear and consistent message. ഇൻ്റഗ്രേറ്റഡ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കമ്പനിയുടെ പ്രൊഡക്ട്സിനെ കുറിച്ചുള്ള പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടി പല രീതിയിൽ പ്രൊമോഷൻ ടൂൾസ് ഉണ്ട്. അതായത് ഇപ്പോൾ യൂസ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ പ്രൊമോഷൻ ടൂൾസ് എന്ന് പറയുമ്പോൾ സ്ട്രാറ്റജീസോ ടെക്നിക്സൊക്കെ ആവാം. അവരുടെ പ്രൊഡക്ട്സിനെ കുറിച്ച് പബ്ലിസിറ്റി കൊടുക്കാൻ പല തന്ത്രങ്ങളും അല്ലെങ്കിൽ എന്താ പറയുക ടെക്നിക്സൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതേപോലെ അത് ആ പറയുന്നത് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാൻ പല രീതിയിൽ നമ്മളത് കാര്യങ്ങളെല്ലാം നമ്മൾ അഡോപ്റ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, അതായത് കമ്പനിയുടെ കാര്യങ്ങൾ എന്തായാലും അവർക്ക് മാർക്കറ്റിംഗ് നമുക്ക് ചെയ്യണ്ടേ. അതായത് ആ ഒരു പ്രൊഡക്ട്സിനെ
പ്രൊഡക്ട്സിനെ കുറിച്ച് കസ്റ്റമേഴ്സിലേക്ക് കൺവേ ചെയ്യണം മെസ്സേജുകളൊക്കെ. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ എല്ലാം തന്നെ ഒത്തൊരുമിച്ച് പോകണം അല്ലെ. പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറേ ടെക്നിക്സ് കാര്യങ്ങൾ, പിന്നെ അതിൽ നിന്ന് ഏത് കാര്യങ്ങളാണ് നമ്മൾ എടുക്കേണ്ടത്, അപ്പോൾ കമ്പനിയുടെ ഉള്ള റിസോഴ്സസ് നമ്മളത് യൂസ് ചെയ്യണം. അങ്ങനെ എല്ലാം കൂടി ഒത്തൊരുമിച്ച് കൊണ്ടുവന്നാലാണ് നമുക്ക് ഈ പറയുന്ന മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ കറക്റ്റായിട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം. പിന്നെ അതേപോലെ തന്നെ സോ ദാറ്റ് ദേ വർക്ക് ടുഗദർ ഇൻ ഹാർമണി റിസൾട്ടിങ് ഇൻ ഇൻക്രീസ്ഡ് വോളിയം ഓഫ് സെയിൽസ് ആൻഡ് പ്രോഫിറ്റ്. നമ്മൾ ഈ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്, അതെല്ലാം കൂടി ഒത്തൊരുമിച്ച് കൊണ്ടുപോയാൽ മാത്രമേ, നല്ല ഐക്യത്തോടെ കൊണ്ടുപോയാൽ മാത്രമാണ് അവരുടെ ആ പ്രൊഡക്ട്സ് കറക്റ്റായിട്ട് കസ്റ്റമേഴ്സിലേക്ക് മെസ്സേജും ബ്രാൻഡ് നെയിമും കാര്യങ്ങളെല്ലാം തന്നെ കൺവേ ആവുള്ളൂ, കമ്മ്യൂണിക്കേഷൻസ് കൺവേ ആവുള്ളൂ. അപ്പോൾ അതിന് നല്ല രീതിയിൽ ഒത്തൊരുമിച്ച് പോവുക തന്നെ വേണം. ആ കാര്യങ്ങളെല്ലാം എന്താ പറയുക, ഐക്യത്തോടെ ചെയ്താലാണ് ഈ പറയുന്ന മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ കുറച്ചും കൂടി എന്താവുന്നത്, ആൾക്കാർക്ക് കൺവേ ചെയ്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, അപ്പോൾ നമുക്കല്ലാതെ ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്രൊഡക്ട്സിൻ്റെ, ഇപ്പോൾ പറയുന്നു ബാറ്റ ഷൂവിൻ്റെ കാര്യങ്ങളാണെങ്കിൽ നമ്മൾ പുതിയ ഏതെങ്കിലും പുതിയ മോഡൽസ് ഷൂസോ അല്ലെങ്കിൽ ചപ്പൽസോ വന്നിട്ടുണ്ട് എന്ന് കസ്റ്റമേഴ്സിലേക്ക് അറിയിക്കണമെങ്കിൽ ഫസ്റ്റ് നമ്മുടെ ഈ പറഞ്ഞ കമ്പനിയുടെ അകത്തുള്ള അല്ലെങ്കിൽ കമ്പനിയുടെ റിസോഴ്സസ് നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ അഡ്വർടൈസ്മെൻ്റാണ് കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ ഫിനാൻഷ്യൽ നമുക്ക് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ആ ടീമുകാർ നമുക്ക് ഐക്യം ഉണ്ടായിരിക്കണം. പ്രൈസ് റെഡിയാക്കി വെക്കുന്ന ആ ടീമുകാരുടെ അടുത്ത്, പ്രൊഡക്ഷൻ ചെയ്ത ടീമുകാരുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ഉണ്ടായിരിക്കണം. സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ്, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, അങ്ങനെ പല രീതിയിൽ. അഡ്വർടൈസിങ് ചെയ്യുമ്പോൾ അഡ്വർടൈസിങ് ഏജൻ്റ് എടുത്തിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതൊക്കെ എല്ലാം ഒത്തൊരുമിച്ചല്ലേ വരേണ്ടത്. അങ്ങനെയൊക്കെ എല്ലാം ഒത്തൊരുമിച്ച് കൊണ്ടുപോയാൽ മാത്രമാണ് അവരുടെ പ്രൊഡക്ട്സ് കസ്റ്റമേഴ്സിലേക്ക് എന്താ പറയുക, ഒരു ഇൻഫർമേഷൻസ് അവയർനെസ് ഒക്കെ കൊടുക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അതെല്ലാം ഒത്തൊരുമിച്ച് കൊണ്ടുപോകണം എന്നാണ് പറയുന്നത്. റെഡി? അതേപോലെ തന്നെയാണ് നമ്മളിപ്പോൾ ഏത് ചാനൽ ഓഫ് ഒരു മെത്തേഡ്സാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് കസ്റ്റമേഴ്സിലേക്ക് അറിയിക്കാൻ വേണ്ടി, നമ്മൾ ഏത് ഒരു ചാനലാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്, അതും കറക്റ്റായിട്ടൊരു ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിപ്പോൾ അഡ്വർടൈസ്മെൻറ്റ്, ടി വി അഡ്വർടൈസ്മെൻറ്റിലാണെങ്കിൽ അത് കറക്റ്റായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രൊഡക്റ്റ് ആ പറയുന്ന കസ്റ്റമേഴ്സിലേക്ക് എത്തിച്ചേരുമോ എന്നുള്ളത് ടി വിയിലൂടെ അഡ്വർടൈസ്മെൻറ്റ് കൊടുത്താൽ ശരിയാവും എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ചാനൽ എടുക്കാം. അതല്ല ഡയറക്റ്റ് മാർക്കറ്റിംഗ് ആണ് ചെയ്യേണ്ടത് എന്നാലേ അത് ശരിയാവുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് അപ്രോച്ച് ചെയ്യേണ്ടത് ഏത് തന്നെയാണ്, ഡയറക്റ്റ് മാർക്കറ്റിംഗ് ആണ്. അപ്പോൾ അത് ഏതാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ചാനൽ, അത് നമ്മൾ എന്ത് ചെയ്യാം, റിലേറ്റഡ് ആയിട്ട് ലിങ്ക് ചെയ്യുക. അതായത് നമുക്ക് ഈ പറഞ്ഞ പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ ഈ ചാനൽ വഴിയാണ് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി ആ രീതിയിൽ മെസ്സേജ് കൺവേ ചെയ്യാനാണ് ശ്രമിക്കേണ്ടത്. അങ്ങനെ ചെയ്യുന്നതിനാണ് ഇൻ്റഗ്രേറ്റഡ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. കാരണം മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷനാണ് അവരുടെ പ്രൊഡക്റ്റ് മാർക്കറ്റിംഗ് ചെയ്യുക, അത് നല്ല കസ്റ്റമേഴ്സിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കുക. അത് ചെയ്യാൻ വേണ്ടി ബാക്കിയുള്ളതെല്ലാം കൂടി ഒത്തൊരുമിച്ച് കൊണ്ടുപോകണം. അതിപ്പോൾ ഇൻ്റഗ്രേറ്റഡ്, അതുകൊണ്ടാണ് ഇൻ്റഗ്രേറ്റഡ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. റൈറ്റ്? Integrated marketing communication goes a long way in creating brand awareness and customers at a minimal cost. That is minimum cost. Through integrated marketing communication, marketers can smartly blend and integrate all marketing tools for better response. അതായത് ഇൻ്റഗ്രേറ്റഡ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻസ് എന്ന് പറയുന്നതിൽ നമുക്ക് അറിയാൻ പറ്റുന്നതാണ് അവരുടെ പ്രൊഡക്ട്സ്, അവരുടെ ബ്രാൻഡ് അവയർനെസ്, അതെല്ലാം തന്നെ നമ്മൾ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്നത് നമ്മുടെ കയ്യിൽ നിന്ന് കുറഞ്ഞ ചിലവിൽ എങ്ങനെ ഈസി ആയിട്ട് കസ്റ്റമേഴ്സിലേക്ക് അറിയിക്കാൻ സാധിക്കും എന്നുള്ളതിനാണ്. ഓക്കെ, അപ്പോൾ അത് ഇൻ്റഗ്രേറ്റ് മാർക്കറ്റിംഗ് ചെയ്യുക എന്ന് പറഞ്ഞാൽ തന്നെയാണ് നമ്മൾ കറക്റ്റായിട്ടുള്ള രീതിയിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്തു കൊടുക്കുകയാണ്. അതേപോലെ തന്നെ നല്ല രീതിയിൽ എന്ത് ചെയ്യുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കുക കസ്റ്റമേഴ്സിനല്ലേ. അപ്പോൾ മാർക്കറ്റേഴ്സ് എന്ത് ചെയ്യുക, അവർക്ക് കറക്റ്റായിട്ട് ഈസി ആയിട്ട് സ്മാർട്ട്ലി ബ്ലെൻഡ് ആൻഡ് ഇൻ്റഗ്രേറ്റ് ഓൾ മാർക്കറ്റിംഗ് ടൂൾസ് ഫോർ ബെറ്റർ റെസ്പോൺസ്. മാർക്കറ്റേഴ്സ് ഈ പറയുന്ന കുറേ ടൂൾസും കാര്യങ്ങളെല്ലാം തന്നെ ഏതാണോ ബെറ്റർ ആയിട്ട് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ആ പറയുന്ന സ്ട്രാറ്റജീസിലൂടെയും അല്ലെങ്കിൽ ആ ടൂൾസിലൂടെയും അവർക്ക് കറക്റ്റായിട്ട് അവരുടെ പ്രൊഡക്ട്സിനെ കുറിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും സാധിക്കുന്നു. അങ്ങനെ ആകുമ്പോൾ കസ്റ്റമേഴ്സിൽ നിന്ന് റെസ്പോൺസും കിട്ടണം. കാരണം ഇത് കസ്റ്റമേഴ്സിൽ നിന്ന് റെസ്പോൺസ് കിട്ടിയാലേ, ഫീഡ്ബാക്ക് കിട്ടിയാലേ മാനുഫാക്ചേഴ്സുകാർക്ക് റെഡിയാക്കി ഏത് പ്രൊഡക്ട്സാണ് എങ്ങനെ വേണം എന്നുള്ള രീതിയിലേക്ക് മാനുഫാക്ചർ ചെയ്യാൻ പറ്റുള്ളൂ. മാനുഫാക്ചേഴ്സിൻ്റെ പ്രൊഡക്റ്റിൻ്റെ കാര്യവും അതും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കണം കസ്റ്റമേഴ്സിന്. രണ്ട് ടീമുകാർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, അതിന് ഫീഡ്ബാക്കും കിട്ടിയിരിക്കണം, എന്നാലേ അത് കറക്റ്റായിട്ട് മുന്നോട്ട് പോകുകയുള്ളൂ. ക്ലിയർ ആയോ? ഇതാണ് ഇൻ്റഗ്രേറ്റഡ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇൻ്റഗ്രേറ്റഡ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ IMC.
ഇൻ്റഗ്രേറ്റഡ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അതിൽ മെയിനായിട്ട് 4 എണ്ണമാണ് പറയുന്നത് ഒബ്ജക്റ്റീവ്സ്. അതിലത്തെ ആദ്യത്തെ ഒബ്ജക്റ്റീവ്സ് ക്രിയേറ്റിംഗ് ബ്രാൻഡ് അവെയർനെസ്, അതായത് നമ്മൾ ആ കമ്പനിയുടെ പ്രൊഡക്റ്റ് ഉണ്ടാകില്ല അവരുടെ ബ്രാൻഡ് നെയിം ബോധവൽക്കരിക്കുക, കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കുക, ഇന്ന ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, ഇതാണ് ബ്രാൻഡ് നെയിം എന്നൊക്കെ പറഞ്ഞ് കസ്റ്റമേഴ്സിലേക്ക് അറിയിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഒബ്ജക്റ്റ്. ഓക്കെ, ഫസ്റ്റ് വൺ ക്രിയേറ്റിംഗ് ബ്രാൻഡ് അവെയർനെസ്. One of the main objectives of IMC is building attention and awareness for the brand. A consistent brand voice helps to build a stronger relationship with the consumers. Strong relationship translate into customers' loyalty. Integrated marketing communication ensure that the customer gets the right message at the right place and the right time. IMC helps people recognize the brand across media. അതായത് ബ്രാൻഡ് ശരിക്കും കസ്റ്റമേഴ്സിൻ്റെ മൈൻഡിലേക്ക് പതിഞ്ഞ് അവർക്ക് അത്രത്തോളം വിശ്വാസം വന്നാൽ ആ പ്രൊഡക്റ്റ് നല്ല രീതിയിൽ കച്ചവടം നടക്കും എന്ന് തന്നെയാണ്. കാരണം ഫസ്റ്റ് കസ്റ്റമറിന് മൈൻഡിൽ അവരുടെ ഒരു വിശ്വാസം ഉണ്ടായിരിക്കണം. ഒരു ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ വിശ്വാസം ഉണ്ടായിരിക്കണം, കറക്റ്റായിട്ട് ഉണ്ടായിരിക്കണം. അതായത് അതിൻ്റെ ക്വാളിറ്റി, പ്രൈസ്, കൺവീനിയൻസ് എല്ലാ കാര്യം കൊണ്ടും ഓക്കെ ആവുന്ന കാര്യങ്ങൾ. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെയാണ് ഈ ഫസ്റ്റത്തെ കേസുകളിൽ പറയുന്നത്. ഇന്ന ബ്രാൻഡാണ്, ആ ബ്രാൻഡിന് ഇതൊക്കെ ക്വാളിറ്റീസ് ഉണ്ട്, ബെനിഫിറ്റ്സ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് പല അഡ്വർടൈസ്മെൻറ്റിലൂടെയും പല രീതിയിൽ നമ്മൾ ഫസ്റ്റേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, പല മെത്തേഡ്സിലൂടെ ഈ പറയുന്ന കസ്റ്റമേഴ്സിനെ അറിയിക്കുന്ന രീതി, കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന ഒരു രീതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നിലവിൽ ഒരു ബ്രാൻഡ് നെയിം നല്ല രീതിയിൽ പോപ്പുലർ ആയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ശരിക്കും ഒരു ഗുണം ചെയ്യുന്ന കാര്യം തന്നെയാണ്. കാരണം ഇപ്പോൾ നിലവിലുള്ള കസ്റ്റമേഴ്സിന് അടുത്തൊക്കെ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് പറഞ്ഞാൽ അവർ ആ ബ്രാൻഡ് നെയിമിൽ തന്നെ ആയിരിക്കും അവർ സാധനങ്ങൾ പോയി വാങ്ങുക. അല്ലാതെ ഇവർക്ക് വേറെ കൺഫ്യൂഷനോ വേറെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. കാരണം ആ ബ്രാൻഡിൽ തന്നെ വേറെ ഏതെങ്കിലും പ്രൊഡക്റ്റ്, അതിൻ്റെ തന്നെ പ്രൊഡക്റ്റ് ലൈൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ ബ്രാൻഡ് നെയിമിൽ തന്നെ കീഴിൽ വേറെ ഏതെങ്കിലും പുതിയൊരു പ്രൊഡക്റ്റ് ഇറങ്ങിയാലടക്കം ഇന്ന ബ്രാൻഡ് അല്ലേ, അപ്പോൾ നമുക്ക് നല്ല ക്വാളിറ്റി പ്രതീക്ഷിക്കാം. അപ്പോൾ ബാറ്റയുടെയൊക്കെ നല്ല ക്വാളിറ്റിയുള്ള ഷൂസും ചപ്പൽസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് അതിൽ വിശ്വാസം ഉണ്ടാവും, ഒരു ബ്രാൻഡ് നെയിം ബാറ്റ, അപ്പോൾ നമ്മൾ അതിനിൽ നോക്കും. ഓക്കെ, അതേപോലെ തന്നെ ഇപ്പോൾ വാച്ചിൻ്റെയൊക്കെയാണ് ടൈറ്റൻ വാച്ച്. അപ്പോൾ ടൈറ്റൻ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്ക് അത് നല്ല കമ്പനിയാണ്, നല്ല ബ്രാൻഡ് നെയിമാണ്, അപ്പോൾ നമുക്കത് കുറച്ചും കൂടി വിശ്വാസം ഉണ്ടാവും അല്ല. അപ്പോൾ അതേപോലത്തെ കുറേ എണ്ണം ബ്രാൻഡ് അവെയർനെസ് കറക്റ്റായിട്ട് കൺസ്യൂമേഴ്സിലേക്ക് എത്തിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നല്ല രീതിയിൽ അവർക്ക് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നു. അങ്ങനെ ഒരു സ്ട്രോങ് റിലേഷൻഷിപ്പ് ആണെങ്കിൽ അത് കസ്റ്റമറിൻ്റെ അവരൊരു വിശ്വാസം ബ്രാൻഡിന് അല്ലെങ്കിൽ അവരുടെ കമ്പനി മേലെ അവർക്കൊരു വിശ്വാസം ഉണ്ടാവും, നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നു. അതേപോലെ തന്നെയാണ് ഇൻ്റഗ്രേറ്റഡ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ, അത് IMC എന്ന് പറയുന്നത് കറക്റ്റായിട്ട് ഒരു ഉറപ്പ് വരുത്തുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റായിട്ടുള്ള ഒരു കസ്റ്റമറിനെ കറക്റ്റ് മെസ്സേജ് കറക്റ്റ് ടൈമിൽ തന്നെ അറിയിക്കുക എന്നുള്ള ഒരു കാര്യം തന്നെയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇവരുടെ ബ്രാൻഡ് നമ്മുടെ കൺട്രി, രാജ്യത്തു നിന്നല്ല മൊത്തം വേൾഡ് വൈഡ് നമുക്കത് പബ്ലിസിറ്റിയും അത്രത്തോളം വേൾഡ് വൈഡ് മാർക്കറ്റ് നമുക്ക് അച്ചീവ് ചെയ്യാനും സാധിക്കുന്നു ബ്രാൻഡ് നെയിം വെച്ചിട്ട്. എത്രത്തോളം വിശ്വാസം ഉണ്ടായിരിക്കണം. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു ബ്രാൻഡ് അവയർനെസ് ഒക്കെ കൊടുക്കുന്നത് ഈ പറയുന്ന കമ്മ്യൂണിക്കേഷൻ ചെയ്തിട്ട് തന്നെയല്ലേ. അപ്പോൾ അത് മാർക്കറ്റിംഗ് ചെയ്ത്, അപ്പോൾ മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേറ്റിംഗ് ചെയ്യുക, അതെങ്ങനെ ഒത്തൊരുമിച്ച് കൊണ്ടുപോകണം. അപ്പോൾ അതാണ് പറയുന്നത് ഇൻ്റഗ്രേറ്റഡ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ആദ്യത്തെ എന്ത് തന്നെയാണ്, ബ്രാൻഡ് അവെയർനെസ് ആണ്. അപ്പോൾ ക്രിയേറ്റിംഗ് ബ്രാൻഡ് അവെയർനെസ്. ഓക്കെ, സെക്കൻഡ് ഒബ്ജക്റ്റീവ്സ് ജനറേറ്റിംഗ് പ്രോഡക്റ്റ് ഇൻട്രസ്റ്റ്. Integrated marketing communication aims to generate more interest in the products of the marketer than that of competitors by depositing the uniqueness of the product. അതായത് ഇൻ്റഗ്രേറ്റീവ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ്റെ അടുത്തൊരു എയിം എന്ന് പറയുന്നത് ജനറേറ്റിംഗ് പ്രൊഡക്റ്റ് ഇൻട്രസ്റ്റ് ആണ്. അതായത് പ്രൊഡക്റ്റിനോട് ജനങ്ങൾക്ക് ഇൻട്രസ്റ്റ് വരുത്തുക, ജനറേറ്റ് ചെയ്യിപ്പിക്കുക എന്നുള്ള ഒരു നല്ലൊരു ഉദ്ദേശം തന്നെയാണ്. കാരണം ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് അവരുടെ ഒരു മാർക്കറ്റിൽ ഒരു പ്രൊഡക്റ്റ് മാത്രമല്ലല്ലോ അവൈലബിൾ ആയിട്ടുണ്ടാവുക, കോമ്പറ്റീറ്റേഴ്സ് കുറേ പേരുണ്ടാവും. അപ്പോൾ കോമ്പറ്റീറ്റേഴ്സിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് വ്യത്യാസമായിട്ട് നിൽക്കുന്നത്, നമ്മുടെ പ്രൊഡക്റ്റ് എത്രത്തോളമാണ് അതിൻ്റെ ക്വാളിറ്റി ഉള്ളത്, ആ കോമ്പറ്റീറ്റേഴ്സിൻ്റെ പ്രൊഡക്റ്റിൽ നിന്ന് നമ്മൾ എങ്ങനെ വ്യത്യാസമായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു, ആ പ്രൊഡക്റ്റിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ പ്രൊഡക്റ്റിന് മേലെ ഒരു ഇൻട്രസ്റ്റ് വരും. അപ്പോൾ മെയിൻ ഒബ്ജക്റ്റീവ്സ് തന്നെ എന്തിനാണ്, ആ പ്രൊഡക്റ്റിന് മേലെ ഇൻട്രസ്റ്റ് വരുത്തുക, കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ ഇൻട്രസ്റ്റ് വരുത്തുക, കസ്റ്റമറിനെ ആരാക്കി മാറ്റണം, മെയിനായിട്ട് കൺസ്യൂമറാക്കി മാറ്റുക. അതായത് സാധനങ്ങൾ
വാങ്ങുന്ന ആൾക്ക് നമുക്ക് കസ്റ്റമർ എന്നൊക്കെ പറയാം, പക്ഷെ അത് ദോസ് ഹു ആർ യൂസ്ഡ് ദ പ്രൊഡക്റ്റ് അല്ലേ, ഇപ്പോൾ പ്രൊഡക്റ്റ് യൂസ് ചെയ്ത ആളെ നമുക്ക് കൺസ്യൂമർ എന്ന് പറയുള്ളൂ. അപ്പോൾ ആ കസ്റ്റമറിനെ ശരിക്കും നമുക്ക് ആരാക്കി മാറ്റണം, ഇതിൽ പറയുന്ന പ്രൊഡക്റ്റിന് ഇൻട്രസ്റ്റ്, സാധനങ്ങൾ വാങ്ങണം എന്നുള്ളൊരു ഇൻട്രസ്റ്റ് ജനറേറ്റ് ചെയ്യുന്നു. അത് ശരിക്കും വാങ്ങിപ്പിക്കുന്ന രീതിയിൽ നമ്മൾ കറക്റ്റായിട്ട് എന്താ പറയുക എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക, അതിൻ്റെ ക്വാളിറ്റീസും കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക് അവർ കൺസ്യൂമറായിട്ട് മാറും. ശരിക്കും അതാണ് മെയിൻ ടാർഗറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, മെനി ബിസിനസ് ഇൻകോർപ്പറേറ്റ് ബ്ലോഗ്സ് ആൻഡ് അതർ contents in the IMC approach as a mean of providing value and expertise to customer. Generating interesting can be done in many ways, but ultimately the goal is increasing ഡിമാൻഡ് ഫോർ ദ പ്രൊഡക്റ്റ്. കുറേ ഐഡിയാസും കുറേ ഫോളോ അപ്പ് ഒക്കെ ചെയ്യുന്നുണ്ട്, പല ചിലപ്പോൾ ബ്ലോഗും കാര്യങ്ങളെല്ലാം ആ പറഞ്ഞ മാറ്റേഴ്സ് എല്ലാം ഈ കണ്ടന്റ് എല്ലാം ഇതിൽ തന്നെ ഉണ്ടാവും. പല മെത്തേഡ്സ് ഉണ്ടാവും എന്താ പറയുക ഈ പറയുന്ന പ്രൊഡക്റ്റിന് ഇൻട്രസ്റ്റ് വരുത്താൻ. പക്ഷേ അൾട്ടിമേറ്റ്ലി മെയിൻ ആയിട്ടുള്ളൊരു എയിം എന്ത് തന്നെയാണ്, ആ പ്രൊഡക്റ്റിന് ഡിമാൻഡ് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. മനസ്സിലായി? ഡിമാൻഡ് നല്ല രീതിയിലാണെങ്കിൽ ആൾക്കാർ എന്തായാലും ആൾക്കാരുടെ സാധനങ്ങൾ വാങ്ങും. മെയിൻ എയിമും അത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ജനറേറ്റിംഗ് പ്രോഡക്റ്റ് ഇൻട്രസ്റ്റ്. ക്ലിയർ? തേർഡ് ഒബ്ജക്റ്റീവ്സ് ഇൻക്രീസിംഗ് ഡിസയർ ഫോർ പ്രൊഡക്ട്സ്. One of the main objectives of IMC is to create a desire in the minds of customers to own the advertised product. For the purpose, it uses several innovative ways to promote brands customers, which ultimately tempt them to occur and own the product. മെയിൻ ആയിട്ട് ഇവിടെ പറയുന്നത് പ്രൊഡക്ട്സിന് മേലൊരു ഇൻട്രസ്റ്റ് വരിക. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ജനറേറ്റിംഗ് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയുള്ള ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞില്ലേ, അതേപോലെ മെയിൻ ഒബ്ജക്റ്റീവ്സ് ആണ് ഡിസയർ ഫോർ പ്രൊഡക്ട്സ് എന്ന് പറയുന്നത്. അതിൽ മെയിൻ ഒബ്ജക്റ്റീവ്സ് IMCയുടെ എന്ന് പറയുന്നത് കസ്റ്റമേഴ്സിൻ്റെ മൈൻഡിലേക്ക് ഒരു പ്രൊഡക്റ്റിനെ എന്തെങ്കിലും ഇപ്പോൾ നമുക്കൊരു ടൂത്ത് പേസ്റ്റ് വേണം എന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡിൽ കോൾഗേറ്റ് എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. അല്ല, മൈൻഡിൽ അങ്ങനെ തന്നെയാണ് വരുന്നത്. അല്ല, നമ്മൾ കടയിൽ പോയാലും ടൂത്ത് പേസ്റ്റ് വേണം എന്നല്ല പറയുക, പല്ല് തേക്കാൻ ഒരു പേസ്റ്റ് വേണം എന്ന് പറയുക നമ്മുടെ മൈൻഡിൽ വരുന്നത് കോൾഗേറ്റ് എന്നാണ്. അപ്പോൾ നമ്മൾ പോകുമ്പോൾ എന്താ പറയാറ്, കോൾഗേറ്റ് വേണം എന്നാണ് പറയാറ്. കാരണം അത്രത്തോളം ആ പറഞ്ഞ ഒരു പ്രൊഡക്റ്റിൻ്റെ ബ്രാൻഡ് നെയിം നമുക്ക് അത്രത്തോളം നമുക്ക് വിശ്വാസവും ഫെമിലിയറും അവയർനെസ് എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അവർക്ക് ആ പ്രൊഡക്റ്റ് വാങ്ങാനുള്ളൊരു ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ ആ പ്രൊഡക്റ്റിൻ്റെ മേൽ നമുക്ക് വേറെ ഒരു കൺഫ്യൂഷനും ഉണ്ടാവില്ല. ഓക്കെ, ഫോർ ദ പർപ്പസ് ഇറ്റ് യൂസ് സെവറൽ ഇന്നോവേറ്റീവ് വേസ് ടു പ്രൊമോട്ട് ബ്രാൻഡ് കസ്റ്റമേഴ്സ്. ഇത് സാധാരണ രീതിയിൽ ഈ കോൾഗേറ്റ് എന്നൊക്കെ പറയുന്നത് എന്താ, മുൻ കുറേ വർഷങ്ങളായിട്ട് ഇതേ കറക്റ്റായിട്ട് ബ്രാൻഡ് ജനങ്ങളുടെ മൈൻഡിൽ പതിഞ്ഞു. ഇനി ഇത് ഇപ്പോൾ പറയുന്ന കേസ് എങ്ങനെയാണ്, പ്രൊഡക്റ്റ് പുതിയതായിട്ട് വരുന്ന വേറെ ഏതെങ്കിലും കമ്പനിയുടെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അവർക്ക് അവരുടെ ബ്രാൻഡ് നെയിം കസ്റ്റമേഴ്സിൻ്റെ മൈൻഡിലേക്ക് വരുത്താൻ, എന്താ പറയുക മനസ്സിലേക്ക് അത്രത്തോളം വരാൻ ഒരു ആഗ്രഹം വരുത്താനും ആ പ്രൊഡക്റ്റ് തന്നെയാണ് മൈൻഡിൽ നിൽക്കേണ്ടത്. ഏതെങ്കിലും പെട്ടെന്ന് ഒരു പ്രൊഡക്റ്റ് കണ്ടാൽ അല്ല ഞങ്ങൾക്ക് ഈ ഒരു ബ്രാൻഡാണ് വേണ്ടത് എന്ന് പറയാവുന്ന രീതിയിലേക്ക് പല പുതിയ ടെക്നോളജീസും ഇന്നോവേറ്റീവ്സ് പുതിയ ഐഡിയാസൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുന്നു. പല ടെക്നീക്സും പല കാര്യങ്ങളും നമ്മൾ അപ്ലൈ ചെയ്ത് കസ്റ്റമേഴ്സിനെ ഒരു മൈൻഡിലേക്ക് അട്രാക്ട് ചെയ്യാനുള്ള രീതിയിൽ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ആവുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ പ്രൊഡക്റ്റ് മെയിൻ എയിം എന്ത് തന്നെയാണ്, ആ പ്രൊഡക്റ്റ് വിറ്റ് പോകണം, ആ പ്രൊഡക്റ്റ് ആയിരിക്കണം ആൾക്കാർ വാങ്ങേണ്ടത് എന്നാണ്. അപ്പോൾ പിന്നെ ആ പറയുന്ന രീതിയിൽ പല ഇൻഫോർമേഷനും നമ്മൾ എന്ത് ചെയ്യും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടാവും ആരടുത്ത്, കസ്റ്റമേഴ്സിനടുത്ത്. അപ്പോൾ മൂന്നാമത്തെ ഒബ്ജക്റ്റീവ് എന്ത് തന്നെയാണ്, ഇൻക്രീസിങ് ഡിസയർ ഫോർ പ്രോഡക്ട്സ്. റെഡി? അതായത് പ്രൊഡക്ട്സിനെ കുറിച്ച് നമുക്കൊരു ഡിസയർ ഉണ്ടായിരിക്കണം, ഡിസയർ ഫോർ പ്രൊഡക്ട്സ്, ഒരു ആഗ്രഹം ഉണ്ടായിരിക്കണം. അപ്പോൾ അത് ആഗ്രഹം കുറച്ചും കൂടി ഇൻക്രീസ് ആക്കി കൊടുക്കുക, എല്ലാ ആൾക്കാർക്കും വാങ്ങണം എന്നുള്ളൊരു ആഗ്രഹം നമ്മൾ ഒരു എന്താ പറയുക പല രീതിയിലും ടെക്നോളജീസും സ്ട്രാറ്റജീസും എല്ലാം യൂസ് ചെയ്തിട്ട് ജനങ്ങളുടെ മൈൻഡിലേക്ക് എത്തിച്ചാൽ മതി. ഓക്കെ, നമ്മളപ്പോൾ മൂന്നാമത്തെ ഒരു ഒബ്ജക്റ്റീവ് പറഞ്ഞത് കസ്റ്റമേഴ്സിൻ്റെ മനസ്സിൽ ആ പ്രൊഡക്റ്റിനെ കുറിച്ച് വാങ്ങണം എന്നുള്ളൊരു ആഗ്രഹം റെഡിയാക്കുക, അത് ആഗ്രഹങ്ങൾ ഇൻക്രീസ് ആക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ പറഞ്ഞത്. നാലാമത്തെ ഒബ്ജക്റ്റീവ്സ് പ്രോംപ്റ്റിംഗ് ആക്ഷൻസ്. ഓക്കെ, IMC helps in promoting the customers to make purchases mainly by convincing them that there is no risk attached to the purchase. ഇവിടെ പ്രോംപ്റ്റിംഗ് എന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ പ്രൊമോട്ടിംഗ് എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. പ്രൊമോട്ടിംഗ് ദ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് 4th പോയിന്റ് എഴുതിയാലും തെറ്റില്ല. കാരണം മെയിൻ എയിം എന്ത് തന്നെയാണ്, കസ്റ്റമേഴ്സിനെ പ്രൊമോട്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. കാരണം ഒരു പ്രൊഡക്റ്റ് സാധനങ്ങൾ വാങ്ങുമ്പോൾ അവർക്കത് ഈസി ആയിട്ട് കൺവീനിയൻസ് ആയിട്ട്
ആ പ്രൊഡക്റ്റ് അവരുടെ സ്ഥലങ്ങളിൽ ഈസി ആയിട്ട് അവൈലബിൾ ആവുന്നു. ആ സാധനങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് ഒരു റിസ്ക്കും ഏറ്റെടുക്കേണ്ട കാര്യമില്ല. കാരണം അത്രയും നല്ല ക്വാളിറ്റി ഉള്ള കാര്യമാണ്, നല്ലതാണ്, ഉപയോഗം കൂടുതലുള്ളതാണ് എന്നുള്ള രീതിയിൽ ബിൽഡപ്പൊക്കെ നമ്മൾ ചെയ്യണം. ചുമ്മാ ബിൽഡപ്പ് അല്ല ചെയ്യേണ്ടത്, കറക്റ്റായിട്ടുള്ള രീതിയിൽ നമ്മൾ ചെയ്യണം. ഫോർ ലോങ് ടേം ബെനിഫിറ്റ് ദ IMC ഹാസ് ടു എസ്റ്റാബ്ലിഷ് സ്ട്രോങ് ആൻഡ് ലോങ് ലാസ്റ്റിംഗ് റിലേഷൻഷിപ്പ് വിത്ത് കസ്റ്റമേഴ്സ്. നമ്മൾ ഈ ഒരു കറക്റ്റായിട്ട് രീതിയിൽ സത്യസന്ധമായിട്ടുള്ള രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ നമുക്കതിൻ്റെ ശരിക്കത്ത്, കാരണം ഇപ്പോൾ സ്റ്റാർട്ടിങ് നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം മൈൻഡിൽ വെച്ചിട്ട് ഈ പറഞ്ഞ കസ്റ്റമേഴ്സ് കൂടുതൽ കൺവീനിയൻസ് ആവണം, പർച്ചേസ് ചെയ്യണം എന്നുള്ളൊരു മൈൻഡിൽ വെക്കുമ്പോൾ ലോങ് ലൈഫ് നമുക്കത് കസ്റ്റമേഴ്സിൻ്റെ ഒരു എന്താ പറയുക സാന്നിധ്യം, അല്ലെങ്കിൽ അവർ പ്രൊഡക്റ്റ് വാങ്ങുന്നത് കൂടുതലായിട്ട് വാങ്ങുന്നു. അതേപോലെ തന്നെ അവർ കൂടുതൽ വർഷങ്ങൾ അത് കണ്ടിന്യൂസ് ആയിട്ട് അവർ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സ് നമ്മൾ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവും. റിലേഷൻഷിപ്പ് ഉണ്ടാവുക ജസ്റ്റ് ഫോൺ ചെയ്യുക അങ്ങനത്തെ കാര്യമല്ല പറയുന്നത് ഇവിടെ. അതായത് നമ്മുടെ കമ്പനിയുടെ പ്രൊഡക്ട്സ് കസ്റ്റമേഴ്സ് വാങ്ങിക്കൊണ്ടേയിരിക്കുന്നു. അതായത് പ്രൊഡക്റ്റുകൾ അവർ തമ്മിൽ കമ്പനിയോ അല്ലെങ്കിൽ ബ്രാൻഡ് നെയിമോ അവരൊന്നും മാറ്റാതെ നമ്മുടെ പ്രൊഡക്ട്സിനെ വാങ്ങാനുള്ള ഒരു രീതിയിലേക്ക് ആവും. കാരണം അങ്ങനെയൊക്കെ രീതിയിൽ നമ്മളത് എന്ത് ചെയ്യണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. Okay, integrated marketing allows this relationship building to occur in a way that is natural and mutually beneficial to marketer and customers alike. ഇതേപോലെ ഇൻ്റഗ്രേറ്റഡ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ ഉള്ളത് കൊണ്ട് സാധാരണ രീതിയിൽ തന്നെ നമുക്കത് നമ്മുടെ മാർക്കറ്ററും കസ്റ്റമേഴ്സും തമ്മിൽ നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനും നല്ലൊരു രണ്ട് കൂട്ടുകാർക്കും നല്ല ബെനിഫിഷ്യൽ ആയിട്ട് അല്ലെങ്കിൽ ബെനിഫിറ്റ്സ് ആയിട്ട് ഗുണപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് രണ്ട് ടീമുകാർക്കും കിട്ടുകയും ചെയ്യും. റെഡി? അപ്പോൾ ഇത്രയുമാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇൻ്റഗ്രേറ്റഡ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ ഉള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പഠിച്ചത് കമ്മ്യൂണിക്കേറ്റിംഗ് വാല്യൂവിൽ കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻസ് നോക്കി, അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇൻ്റഗ്രേറ്റഡ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ നോക്കി. അപ്പോൾ ഈ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത ടോപ്പിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ വരാം. ഓക്കെ, താങ്ക് യു. സീ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്.